അങ്ങനെ നമ്മൾ ടൗണിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനും ആൻസൂട്ടനും കൂടെ കൂടി സൺഡേ വാക്കിങ്ങിന് ഇറങ്ങിയേക്കോ കേട്ടോ. അപ്പോൾ വെറുതെ ഒരു വാക്കിംഗ് ഒന്നുമല്ല, ഞങ്ങൾ പച്ചമീൻ കിട്ടുമോ എന്നറിയാൻ നടന്നു പോയി പച്ചമീൻ വാങ്ങാൻ പോവുകയാണേ. അപ്പോൾ നമ്മളെന്നും അങ്ങോട്ട് മുതലക്കുടത്തൊക്കെയല്ലേ പോകുന്നത്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ ആദ്യമായി കരിമണ്ണൂർ ടൗൺ കാണിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ ട്രൈപ്പോഡൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ ട്രൈപ്പോഡ് പതുക്കെ ബാഗിനകത്തേക്ക് മാറ്റും. നമ്മളിപ്പം ഇവിടെ നിലവിൽ ഈ ഭാഗത്തൊക്കെ ട്രൈപ്പോഡൊക്കെ വെച്ച് പോകാവേ. ടൗണിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ട്രൈപ്പോഡൊക്കെ ബാഗിലെടുത്ത് വെച്ച് ഡീസൻറ്റ് കുട്ടികളായിട്ട് ഹാൻഡിലേക്ക് ടേണാകും. അത് തന്നെ ഞങ്ങൾ നല്ല ഡീസൻറ്റ് കുട്ടികളായിട്ട് പോകും. ഒരു കാറ് ടിങ് ടിങ് ടിങ്. ശരിക്കാരാണ്. നല്ല വെയിലാണ് കേട്ടോ. ഒരുത്തിൻ്റെ കയ്യിൽ ഞാൻ കുട കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് അറിയാമോ? വീഡിയോ വെയിൽ കൊള്ളാതിരിക്കാൻ. ആനസുകുട്ടന് കുട വിടർത്താനുള്ള ആരോഗ്യമില്ല ഗൈസ്. വിടർത്ത് പോരട്ടെ ഇതാ ഇത് താഴെ പിടിക്കാം, ഞാൻ മോളെ പിടിക്കാം. എവിടെ പിടിച്ചേ, ഇത് പിടിക്കും, മൊബൈൽ പിടിക്കുക. എടാ ഇത് കയറും. നീ പിടിച്ചോ. എൻ്റെ ക്യാമറയാണ്. ഫ്രഞ്ച് ക്യാമറയാണ്. എൻ്റെ ക്യാമറയാണ്. ക്യാമറമാൻ ആൻസിനോടൊപ്പം. നിന്റെ ക്യാമറയിൽ അവസാനം നമ്മളെ വല്ലവരൊക്കെ കിട്ടുമോ? നിന്നെ കാലക്കറി ഞാനിപ്പോൾ ചവിട്ട് വന്നേനെ. എല്ലാരും പറയണ എന്റെ ക്യാമറ എങ്ങനെയാണ്? ഓ എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. നീട്ടിയൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. നമ്മളപ്പോൾ പോകുന്ന വഴി കാണിച്ചു തരാവേ. നിങ്ങൾ പറയുന്ന വിജനമായ വഴികളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഭാഗത്ത് കുറേ ഉണ്ട് കേട്ടോ. വീടുകളില്ലാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ലൈവ് ഇടുവായിരുന്നു, അടിപൊളിയായിരുന്നല്ലേടാ. ലൈവ് ഇടുവായിരുന്നു. ലൈവ് ഇട്ടാൽ പിന്നെ വീഡിയോയിലെല്ലാം കിട്ടണം. എൻ്റെ പോന്നെ ആനസക്കൂട്ടം പോണ പോക്ക് നട്ടിച്ച വെയിലത്ത് ഹുടിയൊക്കെ ഇട്ട് പോണ. എനിക്ക് വയ്യ. കാണിക്കാം. നമുക്കൊരു 1/2 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. ഇതാണ് ദൂരം. ഞാൻ ബസ് കയറാൻ പോകുന്ന വഴിയല്ല. ഇതെങ്ങനെ പിടിക്കാം? അപ്പോൾ നിനക്ക് ഒത്തിരി കമത്തേണ്ട വരില്ല. നേരെ പിടിച്ചോ. ഇനി നമ്മൾ മൊബൈലിൻ്റെ നടുഭാഗത്ത് വരണം. നമ്മൾ സത്യത്തിലൊരു അരികിലാണ് നിൽക്കുന്നത്. എന്നൊക്കെയാ കുട പിടിച്ചോ? അവന് കുട പിടിക്കാൻ വയ്യേ. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റബ്ബർ തോട്ടാണ്. അപ്പം നമുക്ക് കുഴപ്പം വരില്ല, കുടയുടെ ആവശ്യം വരില്ലായിരിക്കും എന്ന് വിശ്വസിക്കാം. അമ്മരത്തേക്ക് ഈ ഭാഗത്തൊക്കെ വീടുണ്ട്. ഇനി താടാ, ഈ ഭാഗത്തൊക്കെ വീടുണ്ട് കേട്ടോ. കട പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ദേടാ, ആ വീടിൻ്റെ ഒക്കെ പണി കഴിഞ്ഞടോ മോനെ. അയ്യോ, അപ്പൊ ഇത് വേറൊരാളുടെ ആയിരിക്കും അല്ലേ? അവരുടെ അല്ല ഇത്. ഇത് പണിയണ കിടക്കാൻ വേണ്ടി. ഇല്ല, ഇത് ആ വീട് വേറൊരാളുടെ, ഈ പറമ്പ് വേറൊരാളുടെ. ഇത് സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയൊക്കെ തിരിച്ചേക്കണ കണ്ടില്ലേടാ. അപ്പോൾ ഇവിടെ ഒരു വീട് വന്നാൽ അതിൻ്റെ പുറകിലായി പോവും ആ വീട്.
ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ വീടുകളാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് വീടുകളൊക്കെ വന്നിട്ടുണ്ട്. ആ കാറിങ് പോരുവാണോടാ? ആ, നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് കുട ചുരുക്കാവേ കേട്ടോ. ഇപ്പം ചുരുക്കണതിനാ? ഞാൻ എന്നിട്ട് കയ്യിലും കൊണ്ട് നടക്കാനല്ലേ. നമ്മളൊരു പ്രൊഫഷണൽ യൂട്യൂബർമാരല്ലാത്തത് കൊണ്ട് വളരെയധികം പോരായ്മകൾ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. കാണുന്നവരൊക്കെ ക്ഷമിക്കണം. ഇവിടുത്തെ മരം എന്നാ വെട്ടിക്കളഞ്ഞടാ? ഇവിടെ മരം വെട്ടിക്കളഞ്ഞു. എടാ ഇവിടെ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നോ? ഈ പോട്ടന്റെ കാര്യം. പിന്നെ ഇഷ്ടം പോലെ വിറക്. പിന്നെ ഇതോ ഇവിടെ എല്ലാം അത് റബ്ബർ തോട്ടമായിരുന്നു. അത് നല്ല കാര്യം, ഇവിടെ ഒരു CCTV ഉള്ളത്. CC ക്യാമറ 2 വീട് കേട്ടോ. നല്ല കാര്യം. കാരണം ഇതിങ്ങനെ ഒറ്റപ്പെട്ട വീടല്ലേ. ഇത് കണ്ടാ ഇവിടെ 2-3 വീടുകളുണ്ട് കേട്ടോ. താമസം തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടം ആരംഭിക്കുകയായി. ടിങ് 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 ടിങ്. ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് പോകാം നമുക്ക്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് കുറച്ച് വീടുകളൊന്നും ഇല്ലേ? വ്ലോഗ് ചെയ്യുന്ന ആൻസർ പറഞ്ഞോ. ശുദ്ധവായു ശുദ്ധ കാറ്റല്ല, ശുദ്ധവായു, ശുദ്ധമായ അന്തരീക്ഷം. തുള്ളിക്കളിച്ചടക്കുന്ന ആൻസർ. നമ്മളിത്ര കഷ്ടപ്പെട്ട് പോകുന്നത് പച്ചമീൻ വാങ്ങാനാണെന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. തിരിച്ചു നടന്നാണോ വരുന്നേ? അവിടെ കടയില്ലെങ്കിൽ എന്തോ ചെയ്യും? കടയില്ലെങ്കിൽ ബസ് ഇട്ട് തുടരും. മുതലക്കുടത്തിന് പോവുക, അവിടെ പോയി മീൻ വാങ്ങുക, തിരിച്ചു വരിക. 1/2 കിലോമീറ്റർ നടന്നു പോയിട്ട് പിന്നെ ബസ്സൊക്കെ കയറി ഇരട്ടി പൈസയും കൊടുത്ത് 40 രൂപയും കൊടുത്ത് മുതലക്കുടത്ത് പോയി ഇറങ്ങി അരിയിലേക്കൊക്കെ മാറി വാ. പൊലീറോ ബാസ്കി ഇവിടെ ഓടിയിട്ടുണ്ടോ? പണ്ട് നമ്മളിങ്ങനെ കടയിൽ പോയപ്പോഴേ ബാസ്ക്യൂവിന് നമ്മൾ ബെൽറ്റ് ഇടുന്നതിന് മുമ്പാ നമ്മുടെ കൂടെ വന്നവൻ. വെയിലാണല്ലോടാ. ഇനിയിപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. 1-2 വീടൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഈ ഒരു സൈഡ് ഫുള്ള് തോട്ടാണ് കേട്ടോ. ആ ഒരു സൈഡ് നമ്മൾ വീടേ പ്രതീക്ഷിക്കണ്ട. KSFE ചിട്ടികൾക്ക്, പത്രങ്ങൾക്കും പരസ്യങ്ങൾക്കും KSFE ചിട്ടികൾക്കും. അങ്ങോട്ടും വീടുണ്ടോടാ? ഇതേ അവിടെ ഒരു കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്ന അത് വീടായിരുന്നോ? ദേടാ മെയിൻ റോഡാ. ദേ അത് മെയിൻ റോഡാ. അയ്യ ഇത്ര അടുത്താണോ മെയിൻ റോഡ്? ദേ ഇവിടെ നോക്കിയാൽ മെയിൻ റോഡ് കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു പാലമുണ്ട്. അപ്പുറത്തേക്ക് കിടക്കാനോ? എന്നാ പാലം? ചെറിയൊരു പാലം. ആണോ? അവനിറങ്ങി അങ്ങോട്ടാ നീന്താൻ പോയത്. ആണോ? ഇതിലിറങ്ങി ഓടി. അന്ന് ഇവിടെ പുല്ലൊന്നുമില്ലേ? അടിപൊളി. ഇതിൽ പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് വണ്ടികളൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കുണ്ട്. ഓ ആനസിന് വെയിൽ കൊള്ളാതിരിക്കാൻ ഹുടി. ഇതേത് നെയ്ശ്ശേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ വീടിൻ്റെയൊക്കെ മുകൾ ഭാഗം നെയ്ശ്ശേരിയാണ് കേട്ടോ. നെയ്ശ്ശേരിയിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ട് നെയ്ശ്ശേരിക്കൊക്കെ അപ്പുറമാണ്. നമ്മൾ നെയ്ശ്ശേരി പോയിട്ട് ഈ വഴിയിലൂടെയാട്ടോ വണ്ടി ഇറങ്ങി വന്നത്. അത് മരപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. കുട കൈ പിടിച്ചിട്ട് ഷോള് തലയിലിട്ട് പോകുന്ന ഞാൻ എന്നെ കണ്ട വല്ലൊരു വട്ടാന്ന് ഓർക്കും. അപ്പോൾ
അതാണ് ആ വഴി. അന്ന് ആ വഴി ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. എടാ ആൻസി മൊബൈലിൽ നിന്ന് വിളിക്കുവാടാ, ഞാൻ കുട വിടർത്തട്ടെ, നീ പറഞ്ഞു കൊടുക്ക. നല്ലൊരു തടിയുടെ വീടൊക്കെ. നമ്മളിപ്പോൾ ഒരു തണലുള്ള സ്ഥലത്തേക്ക് എത്തിക്കുവാണ്. എന്തോ സ്ഥലത്തേക്കാ? തണലുള്ള സ്ഥലം. ഇങ്ങനെ വിളി. ക്യാമറമാൻ്റെ ക്യാമറയിൽ പകുതി എന്നെ കിട്ടുന്നില്ല. എങ്ങനെയൊക്കെ കരയില് എന്താണ് നീ ഇവിടെ? പക്ഷെ ഇന്ന് വന്നിട്ട് നമുക്ക് വലിയ നടപ്പില്ലടാ, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല അല്ലേ? എന്നെ മാത്രം മനസ്സിലായി, നീ മരിപ്പോ. ഞാൻ ഹലോ, ഞാൻ നമ്മളിവിടെ സ്ഥലത്ത് എത്തിക്കും. അതിപ്പോൾ തന്നെ ഇൻട്രോഡ് ആകും. എല്ലാം കേൾക്കാൻ പറ്റുവാടാ, ഉറക്കെ പറ. അപ്പോൾ നമ്മളത് ഇവിടെ എത്തിക്കാണിപ്പോൾ തന്നെ ഇൻട്രോഡ് എത്താൻ പോവാണ്. എൻ്റെ അടുത്തൊക്കെ അടിക്കും. നീ എവിടെ? ഞാൻ കങ്കാരി പോകുമ്പോലെ. ഞാൻ എവിടെ പോയാലും ഇടുന്നൊരു ചുരിദാറാണ്, ഈ കറുത്ത ചുരിദാർ. ഇടാനും സുഖമാണ്, നടക്കാനും സുഖമാണ്. അംബ്രല്ല ആയതുകൊണ്ട്. ഞാൻ അംബ്രല്ല കട്ടാണ്. ഇവിടെ ഈ വീട്ടിലാണ് താമസമായി. ക്രിസ്മസിൻ്റെ ഒക്കെ ഇതാണ്. ഇത് പൾസറിൻ്റെ ബൈക്ക്. പൾസറിൻ്റെ ബൈക്ക് ഉണ്ടോ? ക്രിസ്ത്യൻസാണ്. ഇതൊരു കുഞ്ഞു പട്ടി. എൻ്റെ പൊന്നു വല്ല പട്ടിയും വന്ന് കളിക്കാതെ. എന്നെ എടുത്തിട്ട് കാണും. നാടൻ പട്ടിയാട്ടാ. വിളിക്കട്ടെ? അവിടെ ഇറക്കാമെന്നാ നോക്കട്ടെ, നോക്കാം. അതൊക്കെ വീട്ടിലേക്ക് ഉണ്ട്. നാക്കുക്കിന് കളിക്കാൻ കൊടുക്കാം. എവിടേക്കാ നിന്നെ നിന്നിക്കട്ടെ നോക്കിയത്? അവിടെ ഇറക്കാം. അത് ഏതാ പിള്ളേരെ? രണ്ടുപേരെ അറിയും. രണ്ടുപേരെ അറിയും. ആരൊക്കെയാ? ഏറ്റവും മുമ്പിൽ പോയത് പപ്പൂസ്, പുറകെ പോയത് മാത്തപ്പൻ. അങ്ങനെ അതറിയില്ല. ആൻസ കുട്ടൻ ക്യാമറ പിടിച്ച് ആലോചിച്ചോണ്ട് പോവാ. നീ എന്തോ ആലോചിക്കുന്നേന്ന് പറയുന്നത്? ഞാൻ ആലോചിച്ചില്ല. പറയടാ. ഞാൻ ആലോചിച്ചില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവാ. ഇപ്പൊ വെയിലായി, ഇത്ര നേരം തണലായിരുന്നേ. ഇനി നമുക്ക് ചെറിയൊരു കയറ്റം ഉണ്ട് കേട്ടോ. ചെറിയ ഒരു കയറ്റം കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ പിടിക്കടാ ക്യാമറ, അടിയിൽ നിന്ന് മുകളിലേക്ക് പിടിക്കില്ലേ, അങ്ങനെ പിടിക്കരുത്. ചെറിയൊരു കയറ്റം കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു ഇറക്കമാണേ. അതുപോലെ രസമാണ്. ആ ഇറങ്ങുന്നത് നമ്മൾ കരിമണ്ണൂർ റോഡിലേക്കാണ്. പിന്നെയും നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടന്ന് കഴിയുമ്പോഴാണ് ATM. ഞാൻ ആദ്യമായിട്ട് പിടിക്കണം ക്യാമറ അല്ലേ? എടാ ATM പോണതിന് മുമ്പല്ലേടാ മീൻകട? അതെ, ഞാൻ ആദ്യമായിട്ടല്ലേ പിടിക്കണത്. അപ്പോൾ അങ്ങനെയുണ്ട് പിടിക്കാൻ. സൂപ്പറൊക്കെ അല്ലേ? സൂപ്പറാ. നീ ആദ്യം ക്യാമറ നമ്മളുണ്ടോ നോക്കാം. നമ്മളൊക്കെ ഉണ്ട്. ആൻസ്കുട്ടൻ്റെ ക്യാമറയിൽ ആൻസ്കുട്ടനോടൊപ്പം സ്വന്തം മദർ ബിന്ദുസ്. ഇവിടെ എല്ലാം വീടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നിറയെ വീടുകളാണ്. ഈ സൈഡിലെല്ലാം വീടാണ്. ആൻസുട്ടൻ LKG UKG പഠിച്ച സ്കൂൾ കാണിച്ചു തരാം. 1ാം ക്ലാസ്സിൻ്റെ പകുതി വരെ ആൻസുട്ടൻ ഞാൻ അവിടെ വിട്ടു. പകുതിയല്ല, ഓണം വരെ. ഓണം ഫംഗ്ഷന് തൊട്ട് മുൻപായിട്ട് ആൻസുട്ടനെ ഞാൻ അവിടെ നിന്ന് മാറ്റി. അങ്ങനെ ആൻസുട്ടനെ ഞാൻ മെരിലാൻഡിലേക്ക് കൊണ്ടുവിട്ടു. നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നോക്കണം. അങ്ങനെയാണ് ഞാൻ ആൻസുട്ടനെ മെരിലാൻഡിലേക്ക് വിട്ടത്. ആൻസുട്ടൻ്റെ LKG UKG പ്രായം നടന്ന ജീവിച്ച സ്കൂൾ കാണിച്ചു തരാവേ. ഇതാ എത്തപ്പെട്ടു. ആൻസുട്ടൻ ആദ്യമായിട്ട് ഒരു സ്പോർട്സിന് ഒരു മെഡൽ കിട്ടിയ സ്കൂളാണ്. എന്ത് സ്പോർട്സാണ്? തവളച്ചാട്ടം, റോപ്പ് ജമ്പിങ്. അയ്യോ ബാബു, ആൻസൂട്ടൻ തവള ചാടി മെഡലും കൊണ്ട് കിട്ടി. ഭയങ്കര കോമഡി ആയി പോയി.
ആൻസൂട്ടൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്പോർട്സ് ഐറ്റം മെഡലാണത്. മെഡല് ഒരു മെഡലും കൂടെ ഉണ്ട്, സെക്കൻഡ് സിൽവർ. ആ അധികം പോയില്ല. അന്ന് പോയില്ല, അത് മെറിലാൻഡിൽ നിന്ന്. അങ്ങനെ ആൻസൂട്ടന് മെഡൽ കിട്ടി. പിന്നീട് മൊത്തം ആൻസൂട്ടൻ കണ്ടത് ചക്കമടലായിരുന്നു. ചക്കമടല് മെഡലൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ആൻസൂട്ടൻ LKG UKG ചെയ്തോ. കടലാസ് റോസ് അടിപൊളിയിടാ. കടലാസ് റോസ് ആ പൂച്ചടി നല്ല ഭംഗിയില്ല കാണാൻ. അപ്പം നീ കാണിച്ചു കൊടുക്കും നിന്റെ സ്കൂളൊക്കെ. ബാക്ക് ക്യാമറ ഇടറാ. അതാണോ ബാക്ക് ക്യാമറ? ഇത് സ്കൂളിൻ്റെ ആൻസൂട്ടൻ നേരത്തെ പഠിച്ച സ്കൂളാണ് കേട്ടോ, നിർമ്മല പബ്ലിക് അല്ലടാ. അതെ കേൻ്റെ കാറില്ല പിന്നെ കിയ കിയ. അതിങ്ങനെ കേഴ്സിൽ എഴുതി വെച്ചപ്പോൾ ഞാൻ കരിമണ്ണൂരുകാരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും ഇരുന്ന് കാണുന്നവർക്ക് വേണ്ടിയിട്ട് സ്വന്തം നാട് കാണാൻ വേണ്ടിയിട്ടാണ്. ABCD 77. അതുമല്ല ഈ ABC ഗ്രൂപ്പ് പെന്തക്കോസ്ത സഭയാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ നോക്കിക്കോട്ടെ. ആകാശമായിട്ടൊന്നും കണ്ടേക്കരുത്. അങ്ങനെ നമ്മൾ ടൗണിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അതെ, നമ്മൾ സെയിം ആയിട്ടാണ് കാലിൽ വെച്ചോട്ടെ. സെയിം. നീ ക്യാമറ പിടിക്കടാ. ക്യാമറ ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടവർ കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ആരെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണോ? ഇത് പള്ളിയാണിത്, മുതലക്കുടം കരിമണ്ണൂർ പള്ളി. ഇത് വെള്ളം കിട്ടിയാടാ. അതായത് സെൻറ് മേരീസ് ഒരു സ്കൂളിലൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ പെരുന്നാളാണോ? പെരുന്നാൾ കഴിഞ്ഞു. ഫെബ്രുവരി 1, 2 ആയിരുന്നു. ഇത് ഹരിയർ, ടാറ്റ ഹരിയർ എന്താ? ഞാൻ ആദ്യമായിട്ട് കേൾക്കും അങ്ങനെ ഒരു പേര് തന്നെ. നിനക്കറിയാവോ? ഇതാണ് കരിമണ്ണൂർ. കരിമണ്ണൂർ ടൗൺ ഇവിടെ തൊട്ട് ആരംഭിച്ചു കേട്ടോ. കരിമണ്ണൂർ പള്ളി കഴിഞ്ഞാൽ പിന്നെ ടൗണാണ്. പള്ളി മുതൽ ടൗൺ അങ്ങ് ആരംഭിക്കുക. അതിനിപ്രായിട്ട് വലിയ ടൗണൊന്നും ഇല്ല, കടകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഞാണെങ്കിൽ ഇവിടെ ഒരു കട പോലും ഇല്ല. എടാ നമ്മൾ ഈ നേരം വരെ പോയിട്ടൊരു ബസ് പോലും വന്നില്ല അല്ലേ ഡാൻസ്? അതിലാണ് വേണ്ടിയിരുന്നു. അതിലൊക്കെ പോയ ബസ്സാ? ആ GG ട്രെയിൻസ്. അയക്കുമുണ്ടല്ലോ. അത് കേരള ബാങ്കാണ്, നമുക്ക് അത്രയും വേണ്ട. ആണാ ഇത് ഇവിടുത്തെ ഏറ്റവും കയറിയില്ല? ഇല്ലില്ല. ആനാ അതെന്നെ തരത്തില്ല. കേരളയാണ്ട് കേരള ഫെഡറൽ ബാങ്കിൽ ഇപ്പോൾ കയറിയിട്ട്. അത് കയറാം. അപ്പുറത്ത് SBI ഇല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വരാം. സത്യത്തിൽ ഈ വീണ്ടടയൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ക്യാമറ നേരെ പിടിക്കില്ല, അവസാനം വാലും തലയില്ലാണ്ടിരിക്കും. അതിന് നമുക്ക് വാലൊന്നും ഇല്ലല്ലോ. പകുതി കിട്ടണില്ല. ആൻസൂട്ടിന്റെ ക്യാമറ കേട്ടോ, അതുകൊണ്ട് ആദ്യം സൂപ്പറായിരുന്നു. ക്യാമറമാൻ ആൻസിനോടൊപ്പം ഇത് വഴിയിൽ വെയിലത്ത് നിന്നു സ്വന്തം. ഓ എടാ ഉണ്ടാക്കടാ കാണാവണം. എടാ നിക്കറയാണ് ഇവിടെ ഇല്ലെന്നോ? മീൻകട എത്തിയിട്ടാ. മീൻകട ഇവിടെ ഒരു മമ്മി നിൽക്കുന്നുണ്ട്. മാമി ഓണാണോ? ഓണക്ക് മാമി. എടാ ചിക്കൻ മസാല വീട്ടിലുണ്ടോ? ഉണ്ട്. ആ ഉണ്ട് ഉണ്ടല്ലേ? ഞാൻ കണ്ട ബ്രൗൺ കളർ പർപ്പിളിൻ്റെ കളർ. ഇത് കണ്ടോ, ടൗൺ ആണെങ്കിൽ പോലും ഇങ്ങോട്ടൊക്കെ കണ്ട മലകളാണ് കേട്ടോ. നമ്മളവിടെ പോയാണ് മീൻ വാങ്ങിയത്. ഇപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ തിരിയുന്ന ആ ഭാഗം, അവിടെ നിന്നാണ് നമ്മൾ മീൻ വാങ്ങിയത്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ മലകളാണ് ഇങ്ങോട്ടെല്ലാം.
തെളിഞ്ഞിങ്ങനെ കിടക്കുന്നത്. വഴിയൊക്കെ കയറി പോകുന്നുണ്ട്. അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. നമ്മൾ കരിമണ്ണൂർ ശരിക്കും പ്രോപ്പർ ടൗണിലേക്ക് അങ്ങ് പോയില്ലേ. പോയി കഴിയുമ്പോഴാണ് എൻ്റെ അമ്മ വീട്ടിലേക്കൊക്കെ ഇവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. കുരിശുപള്ളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ദൂരെ പിന്നെ പോയാൽ മതി. അതാണ് ATM. കയറി ATM. നമ്മളെ കണിക്കൊന്ന അതൊന്നും കണിക്കൊന്നുണ്ട്. ഈ വർഷം കണിക്കൊന്ന പൂക്കണോ? കണിക്കൊന്ന പൂത്തിരിക്കുന്നുണ്ടോ? അത് മറിക്കാം. കൈ എത്തത്തില്ല. ഞാൻ ചാടി പറിക്കാം. വേണ്ട, നല്ല രസമില്ല. അത് പറിക്കാൻ തോന്നത്തില്ല. അടുത്ത മാസം വിഷുവാടാ. വിഷു ഇവിടുന്ന് പറിക്കും. ഒരെണ്ണം പോലും ഉണ്ടാവില്ല. നീ എന്തായി പിടിച്ചേക്കുന്നത്? അങ്ങനെ അവളെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരു ഓട്ടോ കിട്ടിയായിരുന്നെങ്കിൽ കൈ വേണം. ഈ സൈഡ് അവൾ ഇതിനൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. കൂട്ടുകാരെ, കുടയൊക്കെ എടുത്ത് അകത്ത് വെച്ചട്ടോ. കാരണം എന്താ, പച്ചമീൻ വാങ്ങാൻ പോയാൽ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ച് വീട്ടിൽ പോവുക. പച്ചമീൻ വാങ്ങിയിട്ടോ ഞങ്ങൾ ഇതാ വാങ്ങിയത്. ഏതാ? മത്തി വാങ്ങിച്ച് വറക്കാനായിട്ട്, പൊരിക്കാൻ. പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചേ. കുറേ നാളായില്ലേ ചിക്കൻ വാങ്ങിച്ചിട്ട്, അതുകൊണ്ട് ചിക്കൻ വാങ്ങി. അപ്പം നമുക്കിത് എവിടെ ചെല്ലണം, നമുക്ക് അങ്ങ് എത്തണമെങ്കിൽ ഒരു ഓട്ടോ വന്നിട്ട് ആളിലെ കൈ കാണിച്ച് നിർത്തിയാലോടാ. അതുണ്ടോ? ഇവിടെ എല്ലാവർക്കും പേരയ്ക്കുണ്ടല്ലോ. പഠിക്കുന്ന നമുക്ക് പേരൊക്കെ കിട്ടിട്ടോ. റോഡരികിലെ പേരമരം. ഒരു വണ്ടി പോലെ സൺഡേ ആയതുകൊണ്ടായിരിക്കില്ല ഡാൻസ്. ഓക്കെ, ഐസ്ക്രീം തിന്നാൻ പോവാ. ഞങ്ങൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ചോക്കോബാർ പോലത്തെ. അവിടെയൊക്കെ വീടായി. ബാസ്ക്യം പെമ്പട്ടിയും വന്നു നിന്ന സ്ഥലം ഇതല്ലേ? ബാസ്ക്യം നടത്തോട്ടി പെമ്പട്ടയല്ലോ ആ കറുത്ത. എന്നാ പകുതി അങ്ങ് വായിപ്പോയി. അപ്പം നമ്മളെ പറമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പെട്ടെന്ന് എത്തുവേ. നമ്മൾ ബാസ്ക്യൂനെയും കൊണ്ട് നടക്കാൻ വരുന്നത് ഈ ഭാഗം വരെയാണ്. അരികിലേക്ക് പോകണ്ട, നടുക്കൊക്കെ പോ. ഇതെന്താ പേപ്പർ വെച്ചിട്ട് ആറ് ചെയ്തേക്കണേ? ഞാൻ ചിക്കൻ വാങ്ങാന്ന് വെച്ച് എന്തിനാണെന്നറിയാവോടാ? നിനക്ക് സ്കൂളിൽ കൊണ്ടുപോകാം, ബാസ്ക്യൂനും കഴിക്കാം. മനസ്സിലായോ? അവനൊന്നും കഴിക്കാതിരിക്കുമല്ലേ, അപ്പോൾ അവനും കഴിക്കാൻ നിനക്കും കൊണ്ടുപോകാം. മത്തി പിന്നെ പൊരിച്ച് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞങ്ങൾ മത്തിയും വാങ്ങിച്ചു. ക്യാമറ നേരെ പിടിച്ചേ. അല്ലടാ, നീ ഇങ്ങനെ മുകളിലേക്കാണോ പിടിച്ചേക്കുന്നത്? ഇങ്ങനെ നേരെ പിടിക്കണം മൊബൈല്. ഇനി ഞാൻ കൂടി പിടിക്കാം. എന്നാ പിടി. കൂടിന് വെയിറ്റ് കൂടുതലാ, പൊട്ടി പോയേക്കരുത്. പോയില്ല. ഇങ്ങതാ കൂടി ഞാൻ പിടിക്കാം. ഇങ്ങതാ
നീ മൊബൈൽ പിടിക്കാം. ഇങ്ങനെ അടിക്കാം. കൂടിങ്ങതാ കൊച്ചേ. ഇങ്ങനെ അടിക്കാം. എടാ കൂടുങ്ങതാടാ. ഇനി പാടില്ല. എടാ ഇങ്ങ് താടാ കൂട്. എന്ത് വേണം? ഞാൻ വിളിക്കട്ടെ. വിട. ഇത് കണ്ട ഇങ്ങനെ പിടിക്കട. ഇങ്ങനെ നോക്കിക്ക. നീ മൊബൈൽ നോക്ക. നോക്കി. ഇങ്ങനെ പിടിക്ക. എന്നാ ഞാൻ പിടിച്ചിട്ടേ പിടിച്ചട്ടെ. വേണ്ട. പിടിച്ചില്ല ഞാൻ. അത് സാരില്ലടാ. പ്ലീസ്. അത് സാരില്ലടാ, ഞാൻ പിടിച്ചോളാം. ശരിയില്ലാന്ന്. നീ മൊബൈൽ ഇതേ ഇങ്ങനെ പിടിക്കണം. മൊബൈൽ ഇങ്ങനെ പിടിക്കും. എന്നാ കൂട് പിടി. കൈ കഴിക്കുമ്പോ പറയണം കേട്ടോ. നിന്റെ കൈ അടിച്ചപ്പോ എന്നോട് പറഞ്ഞില്ല. അത് കൊള്ളാലോ. നീ എന്നെ പോലെയാണോ? നീ ഒരു കൊച്ചല്ലേ? ഞാൻ കൊച്ചല്ല. തട്ടി തുടങ്ങിയതാ. നാടാ ഇങ്ങോട്ട്. അവനൊരു ഇച്ചിരി ദൂരെ നടന്നപ്പോഴത്തേക്ക് കൂടെ മടുത്ത്. ഇങ്ങതാ. നീ മൊബൈൽ ഇങ്ങനെ പിടിച്ചാൽ മതിടാ. ഇങ്ങതാടാ അച്ഛൻ. എടാ ഈ മൊബൈൽ പിടിക്കടാ. എടാ എനിക്ക് രണ്ടും കൂടെ പിടിക്കാൻ പറ്റില്ലാത്തടാ. നീ മൊബൈൽ പിടിക്കാ. എടാ ഇത് ഞാൻ എളി കയറ്റി വെച്ചോളാം. നീ മൊബൈൽ പിടിക്കും. ഞാനാ നിന്നെ കൊണ്ട് കടയിൽ പോകില്ല. നീ എന്നെ കൊണ്ടുപോകില്ലേ? ഞാൻ പിടിച്ചത് എങ്ങനെയാന്ന് കണ്ടോ മൊബൈല്? ഇതെങ്ങനെ ഇങ്ങനെ പിടി. സൈഡിൽ നിന്ന് വെയില ചെല്ലുന്നു, അവിടെ ഇരിക്കുന്നു, സ്പ്രൈറ്റ് കുടിക്കുന്നു, ഫാൻ ഇടുന്നു, കിടക്കുന്നു. എടാ എൻ്റെ തല എവിടെയാടാ? സൈഡിൽ നിന്നല്ലടാ, ഇച്ചിരി മുമ്പോട്ട് പിടി. ഇച്ചിരി മുമ്പോട്ട് മൊബൈൽ പിടിക്കടാ. അങ്ങനെ അങ്ങനെ. കൂടൊന്നും ഇല്ലെങ്കിൽ സുഖമല്ലടാ. ചിലപ്പോഴും നടന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കണ്ടിട്ട് വരാം. അവിടെ ഒരു ജ്യൂസ് ഇരുന്ന് കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേടാ? ജ്യൂസ് അവിടെ ഇരുന്ന് കഴിക്കാനേ. ഇന്ത്യൻ ബേക്കറി കരിമണ്ണൂർ ഞങ്ങൾ കയറിയത് കേട്ടോ. അതിനു മുമ്പ് ചെറിയൊരു കടയിൽ കയറി ആൻസൂട്ടർ ഞാനൊരു ആപ്പിളിൻ്റെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തേ. 10 രൂപയുടെ ഒരു കുഞ്ഞു ബോട്ടിൽ. ആൻസിന് ദാഹിക്കുവാന്ന് പറഞ്ഞു, അങ്ങനെ വാങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ സ്പ്രൈറ്റ് വാങ്ങാൻ കയറി. അപ്പോഴാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചത്. മൊബൈലിൽ നോക്ക്. നമ്മൾ വീടെത്തി കേട്ടോ. എന്തൊരാശ്വാസം. ഇതൊക്കെ ഇങ്ങനെ വെക്കാം. അപ്പൊ നിനക്ക് വെയിലടിക്കൂല. ആരെങ്കിലും ഈ നട്ടുച്ചയ്ക്ക് കുടിയിട്ട് കിടക്കുവാണോ മുട്ട? ആനസ് നടക്കും. ഞങ്ങൾ രണ്ടുപേരും ഷൂ ഒക്കെ ഇട്ടാണ് കേട്ടോ പോയേ. ഞങ്ങൾ രണ്ടുപേരും ഷൂ ഒക്കെ ഇട്ട്. എൻ്റെ നീല ഷൂ ആൻസിൻ്റെ, നീല ഷൂവും ബ്ലാക്ക് ഡ്രസ്സും ഞാൻ. നീല ഡ്രസ്സും ബ്ലാക്ക് ഷൂ ആൻസ്. നമ്മൾ തിരിഞ്ഞു പോയടാ. അമ്മച്ചി അറിയത്തിരുന്ന് ഉറക്കം തീർന്നുണ്ട് ഗൈസ്. കിളി ഓനപ്പാ. അയ്യോ അയ്യോ ഇവിടെ ഓ നടന്നു കിടന്ന് മനുഷ്യന്മാര് ക്ഷീണിച്ചു വന്നിട്ട്. ആ അമ്മച്ചിക്കൊന്ന് കാലൊതുക്കി തരാറുന്ന് ഇരിക്കാൻ. അത് നട്ടുച്ചയ്ക്ക് വെയിലത്തിരുന്ന് പത്രം വായിക്കുന്ന അമ്മച്ചി. നമ്മൾ അങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നു. വലിയ ചാളക്ക് 220 രൂപ. 20. വലിയ മത്തിയുണ്ട് 220 രൂപ. ചെറിയ മത്തിക്ക് 180 രൂപ. ചിക്കന് 132 രൂപ. ഞങ്ങളതുകൊണ്ട് 2 കിലോ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. നീ 1 കിലോ മത്തി വാങ്ങിച്ചു വറക്കാൻ. അതുകൊണ്ട് തിന്നൂലല്ലോ. ചാള സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെ വീട്ടിൽ കൂട്ടും.
അപ്പം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ നടത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷ പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു ആൻഡ് ബൈ.